വിഷ്ണു സഹസ്രനാമ പഠനം. അടുത്തതായി ധ്യാനം. അധ ധ്യാനം. ക്ഷീരോദന്വത് പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തഃ സ്ഫടികമണിനിഭൈർ മൗക്തികൈർ മണ്ഡിതാംഗഃ ശുഭ്രൈ അഭ്രൈ അദഭ്രൈ ഉപരി വിരചിതൈർ മുക്തപീയൂഷവർഷൈ ആനന്ദീ നഃ പുനീയാത് അരി നളിന ഗദാ ശംഖപാണി മുകുന്ദഃ. ക്ഷീരോദന്വത് പ്രദേശേ, പാലാഴിയുടെ തീരത്ത്, അതായത് പാൽക്കടലിൻ തീരത്ത്, ശുചി മണി വിലസത്, ശുദ്ധമായ രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന, അതാണ് ശുചിമണി വിലസത്, ശുദ്ധമായ രത്നം പോലെ ശോഭിക്കുന്ന സൈകതേ, മണൽ പ്രദേശത്ത്, മൗക്തികാനാം മാലാ ക്ലുപ്താസനസ്തഃ, മുത്തുമാലകളാൽ അലങ്കൃതമായ ആസനസ്തഃ, സിംഹാസനത്തിൽ ഇരിക്കുന്നവനും, സ്ഫടികമണി നിഭൈർ മൗക്തികൈർ, സ്ഫടികമണികൾ കൊത്ത മുത്തുമാലകളാൽ മണ്ഡിതാംഗഃ, അലങ്കരിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവനും, ശുഭ്ര അഭ്രൈ, ശുഭ്രൈ അഭ്രൈ, ശുഭ്രമായ മേഘങ്ങൾ, അദഭ്രൈ ഉപരി വിരചിതേർ, മുകളിൽ നിന്ന് വർഷിക്കുന്ന ആ അമൃതവർഷത്താൽ, മുക്ത പീയൂഷവർഷേ, ആ അമൃതവർഷത്താൽ ആനന്ദി, ആനന്ദം അനുഭവിക്കുന്നവനും, അരി, അരി എന്നാൽ സുദർശന ചക്രം, നളിനം താമര, ഗദ ശംഖം എന്നിവ, പാണി എന്നിവ ധരിച്ച 4 തൃക്കൈകളോട് കൂടിയവനുമായ മുകുന്ദഃ, മോക്ഷം നൽകുന്ന ആ മഹാവിഷ്ണു, നഹ നമ്മളെയെല്ലാം പുനീയാത് പരിശുദ്ധരാക്കി തീർക്കട്ടെ. അപ്പോൾ ഭഗവാനെ ഒരു പ്രത്യേക രീതിയിൽ ധ്യാനിക്കുന്നതാണ് നമ്മളിവിടെ ഈ ശ്ലോകത്തിൽ കാണുന്നത്. പാൽക്കടലിന്റെ തീരത്ത് ശുദ്ധമായ രത്നം പോലെ പ്രകാശിക്കുന്ന മണൽ പ്രദേശത്ത് മുത്തുകളാൽ അലങ്കൃതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും, സ്ഫടികമണികൾ കൊത്ത മുത്തുമാലകളാൽ അലങ്കൃതമായ ദേഹത്തോടു കൂടിയവനും, ശുഭ്രമായ മേഘങ്ങൾ വർഷിക്കുന്ന അമൃതവർഷത്താൽ ആനന്ദമനുഭവിക്കുന്നവനും, ചക്രം, സുദർശന ചക്രം, താമര, ഗദ, ശംഖം എന്നിവ ധരിച്ച 4 തൃക്കൈകളോട് കൂടിയവനുമായ ആ മഹാവിഷ്ണു നമ്മെയെല്ലാം പരിശുദ്ധരാക്കി തീർക്കട്ടെ. ഭൂ പാദൗ യസ്യ നാഭി വിയത് അസുഹു അനില ചന്ദ്ര സൂര്യൗ ച നേത്രേ കർണൗ ആശാ ശിരോ ദ്യൗ മുഖമഭി ദഹനഃ യസ്യ വാസ്തേയം അബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുര നര ഗഗഗഃ ഭോഗി ഗന്ധർവ ദൈത്യ ചിത്രം രംരമ്യതേ തം ത്രിഭുവന വപുഷം വിഷ്ണും ഈശം നമാമി. യസ്യ, ഏതൊരു പാദൗ, ഏതൊരു ഭഗവാന്റെ പാദങ്ങളാണ്, ഭൂലോകവും, അതുപോലെ നാഭി, ഏതൊരു ഭഗവാന്റെ നാഭിയാണ് ആകാശവും, ആകാശം അതാണ് വിയത്, നാഭി വിയത് ആകാശവും. ഇനി സുര അസുഹു അനിലഹ, നാഭി വിയത് അസുഹു അനിലഹ, ഏതൊരു ഭഗവാന്റെ പ്രാണനാണോ വായുവായിരിക്കുന്നതും, ചന്ദ്ര സൂര്യൗച്ച നേത്രേ, ഏതൊരു ഭഗവാന്റെ കണ്ണുകളാണോ ആ സൂര്യചന്ദ്രന്മാരായിരിക്കുന്നത്, കർണൗ ആശ, ഏതൊരു ഭഗവാന്റെ ചെവികളാണോ ആശ ദിക്കുകളായിരിക്കുന്നത്, ശിരോ ദ്യൗ, ഏതൊരു ഭഗവാന്റെ ശിരസാണോ ദ്യൗ സ്വർലോകം ദേവലോകമായിരിക്കുന്നത്, അതുപോലെ മുഖമഭി ദഹനഃ, ഏതൊരു ഭഗവാന്റെ മുഖമാണ് ദഹന അഗ്നിയായിരിക്കുന്നത്, യസ്യ വാസ്തേയം, ഏതൊരു ഭഗവാന്റെ ഉദരമാണ് അബ്ധിഹി സമുദ്രമായിരിക്കുന്നത്, അതുപോലെ സുര ദേവന്മാർ, നര മനുഷ്യർ, ഗഗഗഃ പക്ഷിമൃഗാദികൾ, ഭോഗി സർപ്പങ്ങൾ, ഗന്ധർവന്മാർ, ദൈത്യന്മാർ, അസുരന്മാർ മുതലായ ചിത്രം രമ്യതേ എന്നിങ്ങനെയുള്ള വിചിത്രമായ ലീലകളാൽ രമ്യമാക്കി തീർക്കപ്പെട്ട വിശ്വം, ഈ വിശ്വം മുഴുവനും
ഏതൊരു ഭഗവാന്റെ അന്തർഭാഗത്ത്, യസ്യ അന്തസ്ഥം എന്നാൽ ഏതൊരു ഭഗവാന്റെ അന്തർഭാഗത്താണോ സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെ ഈ ത്രിഭുവന വപുഷം തം, അങ്ങനെയുള്ള ത്രിഭുവന വപുഷം, ഈ 3 ലോകങ്ങളും സ്വന്തം ശരീരമാക്കി തീർത്ത ആ വിഷ്ണു ഈശം, ആ വിഷ്ണു ഭഗവാനെ, ഈശ്വരനായ ആ വിഷ്ണു ഭഗവാനെ നമാമി, ഞാനിതാ നമസ്കരിക്കുന്നു എന്ന്. അതായത് ആ ഭഗവാന്റെ കാലുകൾ ഭൂലോകവും, നാഭി ആകാശവും, പ്രാണൻ വായുവും, നേത്രങ്ങൾ സൂര്യചന്ദ്രന്മാരും, ചെവികൾ ദിക്കുകളും, ശിരസ് സ്വർലോകവും, മുഖം അഗ്നിയും, ഭഗവാന്റെ ഉദരം സമുദ്രവുമായിരിക്കുന്നുവോ, ദേവന്മാർ, മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങൾ, സർപ്പങ്ങൾ, ഗന്ധർവന്മാർ, അസുരന്മാർ എന്നിവരുടെ വിചിത്രങ്ങളായ ലീലകളാൽ രമ്യമാക്കി തീർക്കപ്പെട്ട ഈ വിശ്വം മുഴുവനും ഏതൊരു ഭഗവാന്റെ അന്തർഭാഗത്താണോ സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെ ഈ 3 ലോകങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ആ എല്ലാത്തിൻ്റെയും ഈശ്വരനായിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ, ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്താകാരം, ശാന്തമായ ആകാരത്തോടു കൂടിയവനും, ഭുജഗശയനം, സർപ്പത്തിന്മേൽ ശയിക്കുന്നവനും, അനന്തന്റെ മുകളിൽ ശയിക്കുന്നവനും, പത്മനാഭം, നാഭിയിൽ താമരപ്പൂ ഉള്ളവനും, സുരേശം, ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്നവനും, വിശ്വാധാരം, ലോകങ്ങൾക്കെല്ലാം സർവലോകങ്ങൾക്കും ആധാരമായിരിക്കുന്നവനും, ഗഗന സദൃശം, ആകാശം പോലെ സർവവ്യാപിയായിരിക്കുന്നവനും. ആകാശത്തിന്റെ അറ്റം നമുക്കറിയില്ല, തുടക്കവും ഒടുക്കവും അറിയില്ല, അതുപോലെ സർവവ്യാപിയായിരിക്കുന്നവനും, മേഘവർണം, മേഘവർണമുള്ളവനും, ശുഭാംഗം, ശുഭം മംഗളകരമായ അവയവങ്ങളോട് കൂടിയവനും, ലക്ഷ്മീകാന്തം, മഹാലക്ഷ്മിയുടെ ഭർത്താവും, കമലനയനം, താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും, യോഗി ഹൃദ്ധ്യാനഗമ്യം, യോഗീവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനം കൊണ്ട് ഗമിക്കുന്നവനും, ധ്യാന സമയത്ത് യോഗീവര്യന്മാരുടെ ഹൃദയത്തിൽ ദർശനം നൽകുന്നവനും, ഭവഭയഹരം, സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നവനും, സർവലോകൈകനാഥം, എല്ലാ ലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനുമായ വിഷ്ണു, ആ മഹാവിഷ്ണുവിനെ വന്ദേ, ഞാനിതാ വന്ദിക്കുന്നു. അപ്പോൾ ശാന്തമായ ആകാരത്തോടു കൂടിയവനും, സർപ്പത്തിന്മേൽ ശയിക്കുന്നവനും, നാഭിയിൽ താമരപ്പൂ ഉള്ളവനും, ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്നവനും, എല്ലാ ലോകങ്ങൾക്കും ആധാരമായിരിക്കുന്നവനും, ആകാശം പോലെ സർവവ്യാപിയായിരിക്കുന്നവനും, മേഘവർണ്ണമുള്ളവനും, മംഗളകരമായ അവയവങ്ങളോട് കൂടിയവനും, മഹാലക്ഷ്മിയുടെ ഈശ്വരനായിരിക്കുന്നവനും, താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും, യോഗീവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാന സമയത്ത് ദർശനം നൽകുന്നവനും, സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നവനും, എല്ലാ ലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനുമായ ആ മഹാവിഷ്ണുവിനെ, ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭ ഉദ്ഭാസിതാംഗം പുണ്യോഭേദം പുണ്ടരീകായദാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. മേഘശ്യാമം, മേഘത്തിൻ്റെ ശ്യാമ നിറമുള്ളവനും കറുത്ത നിറമുള്ളവനും, പീതകൗശേയവാസം, മഞ്ഞപ്പട്ട് ധരിച്ചവനും, ശ്രീവത്സാംഗം, ശ്രീവത്സം എന്ന മറുക് അടയാളമാക്കിയവനും, കൗസ്തുഭ ഉദ്ഭാസിതാംഗം, കൗസ്തുഭം എന്ന രത്നം കൊണ്ട് പ്രശോഭിക്കുന്ന പ്രകാശിക്കുന്ന കഴുത്ത് അംഗമുള്ളവനും എന്ന് വെച്ചാൽ കഴുത്തുള്ളവനും, പുണ്യോപേതം, പുണ്യം തികഞ്ഞവനും, പുണ്ടരീകായദാക്ഷം,
പുണ്ടരി താമരപ്പൂ പോലെ വിശാലമായ അക്ഷം കണ്ണുകളോട് കൂടിയവനും സർവലോകൈകനാഥം സർവലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനുമായ വിഷ്ണു, ആ മഹാവിഷ്ണുവിനെ വന്ദേ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ മേഘത്തിൻ്റെ ശ്യാമനിറമുള്ളവനും മഞ്ഞപ്പട്ട് ധരിച്ചവനും ശ്രീവത്സം എന്ന മറുക് അടയാളമാക്കിയവനും കൗസ്തുഭരത്നം കൊണ്ട് ശോഭിക്കുന്ന കഴുത്തുകളുള്ളവനും പുണ്യം തികഞ്ഞവനും താമരപ്പൂ പോലെ വിശാലമായ കണ്ണുകളോട് കൂടിയവനുമായ സർവലോകങ്ങൾക്കും ഏകനായ നാഥനായിരിക്കുന്നവനുമായ ആ മഹാവിഷ്ണുവിനെ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. സ ശംഖചക്രം സ കിരീടകുണ്ടലം സ പീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാര വക്ഷസ്ഥല ശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. സ ശംഖചക്രം, ശംഖചക്രങ്ങളോട് സ എന്ന് വെച്ചാൽ കൂടിയവനും, അതിനോട് കൂടിയവനും. സ കിരീടകുണ്ടലം, കിരീടകുണ്ടലങ്ങളോട് കൂടിയവനും. സ പീതവസ്ത്രം, പീതവസ്ത്രത്തോടു കൂടിയവനും എന്നാൽ മഞ്ഞപ്പട്ട് വസ്ത്രത്തോടു കൂടിയവനും എന്നർത്ഥം. സരസീരുഹേക്ഷണം, താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും. സഹാര മുത്തുമാലകളോടു കൂടിയ വക്ഷസ്ഥല, വക്ഷസ്സിൽ ശോഭി പ്രകാശിക്കുന്ന കൗസ്തുഭരത്നത്തോടു കൂടിയവനും. ചതുർഭുജം, 4 തൃക്കൈകളോട് കൂടിയവനുമായ വിഷ്ണു, ആ മഹാവിഷ്ണുവിനെ ശിരസ ഞാനിതാ ശിരസ്സുകൊണ്ട് നമാമി നമസ്കരിക്കുന്നു. ശംഖചക്രങ്ങളോട് കൂടിയവനും കിരീടകുണ്ടലങ്ങളോട് കൂടിയവനും മഞ്ഞപ്പട്ടുടയാട ചാർത്തിയവനും താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും മുത്തുമാലകളോടുകൂടി മനോഹരമായ വക്ഷസ്സിൽ പ്രകാശിക്കുന്ന കൗസ്തുഭരത്നത്തോടു കൂടിയവനും 4 തൃക്കൈകളോട് കൂടിയവനുമായ ആ വിഷ്ണു ഭഗവാനെ ഞാനിതാ ശിരസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായദാക്ഷമലം കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഛായായാം പാരിജാതസ്യ, പാരിജാത വൃക്ഷത്തിൻ്റെ തണലിൽ ഹേമസിംഹാസനോപരി, സ്വർണസിംഹാസനത്തിൽ രുക്മിണീ സത്യഭാമാഭ്യാം, രുക്മിണി സത്യഭാമാരോടുകൂടി ആസീനം ഇരിക്കുന്നവനും അംബുദശ്യാമമായ ദാക്ഷമലം കൃതം, മേഘത്തിൻ്റെ ശ്യാമനിറം കലർന്നവനും വിശാലമായ കണ്ണുകളോട് കൂടിയവനും അലംകൃതം വിഭൂഷണങ്ങൾ അണിഞ്ഞവനും ചന്ദ്രാനനം ചന്ദ്രനോടൊത്ത മുഖമുള്ളവനും ചതുർബാഹും 4 തൃക്കൈകളോട് കൂടിയവനും ശ്രീവത്സാങ്കിത വക്ഷസം, ശ്രീവത്സം കൊണ്ട് ശോഭിക്കുന്ന വക്ഷസോടു കൂടിയവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാനിതാ ആശ്രയിക്കുന്നു. അപ്പോൾ പാരിജാത വൃക്ഷത്തിൻ്റെ തണലിൽ സ്വർണസിംഹാസനത്തിൽ രുക്മിണി സത്യഭാമമാരോടുകൂടിയിരിക്കുന്നവനും മേഘത്തിൻ്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകളോടുകൂടിയവനും ചന്ദ്രനോടൊത്ത മുഖമുള്ളവനും 4 തൃക്കൈകളോട് കൂടിയവനും ശ്രീവത്സം കൊണ്ട് ശോഭിക്കുന്ന മാറിടത്തോടു കൂടിയവനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാനിതാ ശരണം പ്രാപിക്കുന്നു.